നമ്മൾ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയും ഈ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടൊരു കയ്യാക്ക് അങ്ങനെ ഉണ്ടാക്കിയാണോ നമ്മുടെ കുളത്തിൽ അങ്ങനെ നീന്തി തുടിക്കുക നല്ല കിടുക്കാച്ചൊരു കയ്യാക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ നേരെ വിട്ട് നമ്മുടെ വീഡിയോയിലോട്ട്. ஆரம்பிக்கலாங்களா? നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല അടിപൊളി ബോട്ട്, അതും തട്ടിക്കൂട്ട് ബോട്ട്. എന്റെ അമ്മയെ നാട്ടിച്ച് അപ്പൊ നമ്മുടെ ബോട്ടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3-4 തടി നമ്മൾ എടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ അത് കട്ട് ചെയ്തെടുക്കാനാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. നമ്മൾ ആക്സോ ബ്ലേഡ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ പണി തുടങ്ങിയത് മഴയുടെ കൂടെ തന്നെ പോകുന്നുട്ടോ. നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരെ ഇന്ന് മഴയായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളതിലൊന്നും മാറിപ്പോകില്ല. നമ്മുടെ പണി ഒരു സൈഡിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മഴ പെയ്യാണെങ്കിൽ പെയ്തോട്ടെ. നമ്മളിന്ന് ബോട്ട് ഇറക്കും. നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഒരു കിടുക്കാച്ചൊരു ബോട്ട് നമ്മളിന്ന് ഇറക്കും തന്നെയാണ്. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. നമ്മുടെ പിള്ളേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മഴയായതുകൊണ്ട് എല്ലാവരും ലേറ്റാണ് വരാൻ. പക്ഷെ ഞാനും ചേട്ടനും വിമലൊക്കെ കൂടി രാവിലെ തന്നെ പണിയൊക്കെ തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ പിള്ളേരൊക്കെ എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലുള്ള ഫ്രെയിം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം അടിക്കണം. അതിൻ്റെ പരിപാടികളാണ്. അവിടെ ഒരു വളവുണ്ട് കേട്ടോ. ഈ മരത്തിൽ അളവ് നോക്കണ്ട. ഈ ലെവലിവിടെ ബോട്ട് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് വെള്ളത്തിൽ കിടന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു പാഴ്ച പറ്റി കഴിഞ്ഞാൽ അത് തലകടായി നമ്മൾ മറിയും. അപ്പോൾ അളവ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മുടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തുള്ള ഒരു ബോട്ട് കൂടിയാണ്. നമ്മുടെ പാഴായിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് നമ്മൾ കളയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ബോട്ട് എന്നുള്ളൊരു തീമിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനുള്ള ഫ്രെയിമൊക്കെ നമ്മളിവിടെ റെഡി ആക്കിയിട്ട് ഇനിയിപ്പോൾ അതിന് പ്ലാറ്റ്ഫോം അടിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുനിലേട്ടൻ്റെ തൊടിയിൽ നല്ല കവുങ്ങുണ്ട് കേട്ടോ. നല്ല ഉണങ്ങി കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇടിപൊട്ടലിന് അവിടെ ഒരു 10-15 കവുങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കവുങ്ങ് സുനിയായിട്ട് എടുത്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കവുങ്ങ് അങ്ങോട്ട് പൊക്കി എടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ ഇതിലാണ് നമ്മൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം അടിക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനും ഇവരും കൂടി അങ്ങോട്ട് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. നമ്മളൊരു ബോട്ട് അല്ലെങ്കിൽ കയാക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൻ്റെ ഫ്രണ്ട് ഒന്ന് കൂർത്തിരിക്കണം. എങ്കിലാണ് അത് വെള്ളത്തിലൂടെ പോകുമ്പോൾ അതിനൊരു ഫോഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒരു കൂർപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിവിടെ നമ്മുടെ വിഷ്ണുവേട്ടൻ അവിടെ കവുങ്ങ് കട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അളവുകൾ ഇതിന് കറക്റ്റ് അളവ് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അളവ് ഏകദേശം നമുക്കിവിടെ ടേപ്പിൽ നിന്ന് എടുത്തിട്ട് അതേ അളവ് സൈസ് തന്നെ നമുക്ക് കവുങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് റെഡിയാക്കാൻ പറ്റും. ഒന്നുകൂടി നമ്മൾ 50 സെന്റിമീറ്റർ 50 സെന്റിമീറ്ററാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ മുകളിൽ പ്ലാറ്റ്ഫോം വീടൊന്നും കാണാനില്ലല്ലോ. അത് വേണ്ട, നമുക്ക് ഇവിടെ ധാരാളം ഒരു 10 മീറ്റർ കൂടുതലെടുത്താലോ. 10 കൂട്ടണം. 5 ഒരു 5 55 കേട്ടോ.
ശരി, നമുക്കിതിനെ അടുത്ത പണിക്കാം. നിങ്ങൾ വെള്ളത്തിൽ ചാടുമ്പോൾ ക്യാമറയും വെള്ളത്തിൽ ചാടണം. അപ്പൊ നമ്മളൊരു 5 സെന്റിമീറ്റർ കൂട്ടിയെടുത്തത് കറക്റ്റ് അളവാട്ടോ. അപ്പൊ എന്നെ വെച്ചാൽ വൃത്തിയായിട്ട് തന്നെ ഇത് പൊളിച്ച് അലകാക്കി എടുക്കണം. അവിടെ വിഷ്ണുടം കട്ട് ചെയ്ത് തരുന്നുണ്ട്, ഞാനിവിടെ അലകാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ അലകാക്കിയിട്ട് വേണം നമ്മുടെ പ്ലാറ്റ്ഫോം നല്ല വൃത്തിയായിട്ട് അടിക്കാൻ. കവുങ്ങിന് ഒടുക്കത്തെ പവറാട്ടോ, നല്ല ഉണങ്ങി കിടക്കുന്ന കവുങ്ങായതുകൊണ്ട് തന്നെ നല്ല പവറുണ്ട്. നല്ല പോലെ അടിക്കുമ്പോഴാണ് അത് പൊളിഞ്ഞു വരുന്നുള്ളൂ. നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് അടിച്ച് പൊളിക്കാൻ. അങ്ങനെ ഫൈനലി നമ്മൾ അതിനെ 2 പൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയും ഓരോ ഒന്നും കൂടി പൊളിക്കാം. കാരണം നടുവായിട്ട് ഒന്നും കൂടി പൊളിച്ച് കഴിഞ്ഞാൽ ഇതാണ്ടോ ഇതുപോലെ ചെറിയ അലകാക്കി എടുക്കണം. എങ്കിലാണ് നമുക്കത് വൃത്തിയായിട്ട് അടിച്ച് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ മറ്റേ ചോറ് ദശ എന്നൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അതും ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹാർഡായിട്ടുള്ള പോർഷൻ മാത്രം കിട്ടും. ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഇതൊക്കെ വെള്ളത്തിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് ദ്രവിച്ചു പോകും. അപ്പോൾ അങ്ങനത്തെ പോർഷൻ നമുക്ക് ചെത്തിക്കളയാണ്. നല്ല ഹാർഡായിട്ടുള്ള പോർഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ ഇതിന്. അവര് കാല കാണുന്നു. സ്വർണം മദ്യപിക്കല്ലേ? മദ്യപാനം ആരോഗ്യത്തിന് നല്ലതല്ല. ഡോസായിട്ട് അച്ഛൻ പറഞ്ഞു. പിന്നെ പറയാൻ പറ്റും. കഴിഞ്ഞ വീട്ടിൽ ട്രോളാ ഫുള്ള്. നിന്റെ അത്ര ട്രോളൊന്നും ഇവിടെ ആരും വാങ്ങിയില്ല. മനസ്സിലല്ലേ കൗശല വയസ്സ് വന്നിട്ടില്ല, ഇനി വന്നിട്ടില്ല. ആ അനിയനെ വിളിക്കണം. ഇവിടെ അടിക്കണ്ട കേട്ടോ നമുക്ക്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്ന് വന്ന മെയിനാണ് ഇവിടെ അത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ്. ഇല്ല, രണ്ട് ഷിപ്പ്യാർഡുകാരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ കയാക്കിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശാഖപട്ടണം, ഒരു കൊച്ചി ഷിപ്പ്യാർഡ്. ഇന്ത്യയിലെ മെയിൻ 2 ഷിപ്പ്യാർഡുകളാണ്. വെള്ളത്തിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വിളിക്കും, നിങ്ങൾ ഇവിടുത്തെ ഷിപ്പിനെക്കാളും അവിടെ ഷിപ്പ് തള്ളുക, അവിടെ ഇങ്ങനെ തള്ളുക, അവിടെ ഷിപ്പ് ഓടാൻ തള്ളുക. വരുമ്പോൾ ഒരു ഷിപ്പ് എടുത്തിട്ടുണ്ട്, വണ്ടി കയറ്റി വിടുന്നില്ല. ഭാരതപ്പുഴ കൊണ്ടുവരാന്ന് വെച്ചാണ്. പിന്നെ നമ്മുടെ ഇവിടെ പാറയതുകൊണ്ട് KSRTC ക്ഷീണിച്ചിട്ടാണ് മൊത്തം. ഞാൻ അടിച്ചടിച്ച് തളർന്നു. പറയണ്ടോ, ആടി വളർന്നു. അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാം കൂടി ഒന്ന് ഒത്തുപിടിച്ചപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ കയാക്കിന്റെ ഫ്രെയിം വർക്കും പ്ലാറ്റ്ഫോം വർക്കും കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വർണ്ണമൊന്നും കഴിഞ്ഞ വീട്ടിലെത്തേണ്ട ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഈ വീഡിയോയോട് കൂടിയപ്പോൾ ഉഷാറായി. മഴയൊക്കെ വന്നു, മഴയ്ക്കൊന്നും നമ്മളെ തളർത്താൻ പറ്റിയില്ല. നമ്മൾ ഉഷാറായിട്ട് തന്നെ പണിയെടുത്തു. ഇനി അടുത്ത് നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ ഒരുപാട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും നമുക്ക് പറ്റാവുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികൾ ഒരുപാട് കളക്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് കാണിച്ചു തരാം കേട്ടോ, എത്ര പ്ലാസ്റ്റിക് കുപ്പികളുണ്ടെന്ന്. ഇത് നമ്മളിൽ ഒരാൾക്ക് തോന്നിയ ആശയമല്ല, നമ്മുടെ പിള്ളേർക്ക് പലർക്കായിട്ട് പല സമയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്ലാസ്റ്റിക് നമ്മൾ ചുറ്റി കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ കുളത്തിന് ഉപകാരമുള്ള രീതിക്കോ അല്ലെങ്കിൽ നമുക്ക് ഉപകാരമുള്ള രീതിക്ക് എന്തെങ്കിലും ഇത് ചെയ്യണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1-2 ആൾക്കാർ നെഗറ്റീവ്, നല്ല രീതിക്ക് നെഗറ്റീവ് ഇടുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ ഫ്ലോപ്പ് ആവോടാന്ന്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അതിനൊന്നും കാതു കൊടുക്കുന്നില്ല. നമ്മളെ കൊണ്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നത്. ശരിക്കും സത്യം പറഞ്ഞാൽ ഇത് വിജയിക്കുന്നത് നമുക്കൊരു ഉറപ്പുമില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള പ്ലാസ്റ്റിക് ഇങ്ങനെ വെറുതെ വലിച്ചെറിയാൻ അല്ലെങ്കിൽ കത്തിച്ച് കളയാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് ഉപകാരമുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഉപകാരമുള്ള രീതിക്ക് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക.
ഇതന്നെ നമ്മുടെ കുപ്പികളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മുടെ ബ്രെഡ് വേസ്റ്റ് നമ്മുടെ കുളത്തിൽ മീൻ തീറ്റി കൊടുക്കുന്ന ബ്രെഡ് വേസ്റ്റിന്റെ കവറാണ് അതൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കുറേ എണ്ണത്തിലൊക്കെ. അതേപോലെ വേറെ കുറെ കുപ്പികൾ കാലിയായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കാണ് ഇന്നത്തെ പരിപാടി. കുറെ കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ ഇപ്പോഴാണ് ഒന്ന് റെഡി ആയി വന്നത്. അപ്പൊ നമ്മൾ ബോട്ടിന്റെ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ അടുത്ത ബോട്ടിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി അവിടെ കുപ്പികളൊക്കെ ഫില്ല് ചെയ്യും. അപ്പൊ അതിന്റെ പരിപാടിയാണ്. അപ്പൊ കണ്ടില്ലേ നമ്മുടെ കുപ്പികൾ ഇഷ്ടം പോലെയാണ്. പിന്നെ ഇതെല്ലാം തരംതിരിച്ച് മാറ്റിയേക്കണം, അതായത് ഒരേ ഷേപ്പിലുള്ളത്. കാരണം നമുക്ക് ബോട്ട് അത് വെക്കുമ്പോൾ വെള്ളത്തിൽ വെക്കുമ്പോൾ ഒരേ ഷേപ്പുള്ളത് വന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരേ ഷേപ്പുള്ളത് 1 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ ഒക്കെ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ പല ബ്രാൻഡിൻ്റെ കുപ്പികളുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ചാക്കിൽ ഇത് ഫില്ല് ചെയ്യാൻ. അപ്പോൾ കുറേ പണിയുണ്ട്, ഇനി ഇഷ്ടം പോലെ പണിയുണ്ട്. ഇന്ന് വൈകുന്നേരത്തുള്ളിൽ ഇത് ബോട്ട് ഇറക്കണം എന്നുകൊണ്ടാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ചാക്കൊക്കെ പല സൈസിലുള്ളതാണ്, അതൊക്കെ തുന്നി വൃത്തിയാക്കിയിട്ട് ഒരേ സൈസിലോട്ട് ആക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഗ്രോഫിൻ നമ്മുടെ മീൻ തീറ്റയുടെ ചാക്ക് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് കുറച്ച് സ്ട്രോങ് ആണ്, നല്ല അടിപൊളി സ്ട്രോങ് ഉള്ള ചാക്കാണത്. പെട്ടെന്നൊന്നും കീറിപ്പോവില്ല, വെള്ളത്തിലിട്ടാലും പെട്ടെന്നൊന്നും അതിന് ഡാമേജ് ഒന്നും വരില്ല. അപ്പം അങ്ങനത്തെ നമ്മുടെ ചാക്കൊക്കെ എടുത്ത് നമ്മൾ വൃത്തിയായിട്ട് പണി തുടങ്ങി കേട്ടോ. കുപ്പി മാറിപ്പോയി. അങ്ങനെ നമ്മൾ ആദ്യത്തെ ചാക്ക് നല്ല ഒതുക്കി വൃത്തിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ തുന്നിയിട്ട് നന്നായി ടൈറ്റായി കെട്ടിയെടുക്കണം, ഇളകി പോവാത്ത രീതിക്ക്. ഇനി അടുത്ത ചാക്കും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ കുപ്പിയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ അടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കയ്യും കെട്ടി നോക്കി വല്ല ചെയ്യടാ. ഇത് കംപ്ലീറ്റ് നമ്മുടെ പ്ലാസ്റ്റിക് കവർ നിറച്ച കുപ്പിയാട്ടോ. നമ്മൾ ബ്രെഡ് വേസ്റ്റ് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കത്തിക്കാനോ പുറത്ത് കളയാനോ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാം കളക്ട് ചെയ്ത് വെച്ച് നമ്മുടെ കുപ്പിക്കകത്ത് നിറച്ചു. അപ്പോൾ കുപ്പി നല്ല സ്ട്രോങ് ആയി. കാരണം നമുക്കിങ്ങനെ വലിഞ്ഞ് കെട്ടുമ്പോഴും അതിനൊരു കുപ്പിക്ക് ഒരു കുഴപ്പം വരുന്നില്ല, സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുപ്പികളൊക്കെ. ഏകദേശം ഒരു 40% പണി കഴിഞ്ഞു. 60 ഇനി കിടക്കണു പണി അമ്പാനെ. ഇത് കെട്ടണ്ടേ? അങ്ങനെ ഒരു ലെയർ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മുടെ ഫ്രെയിമിൽ കെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ചാക്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കുപ്പികളില്ലേ, അതിപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ വരിയായിട്ട് വെച്ച് കൊടുക്കണം, നല്ല ഓർഡറായിട്ട് വെച്ച് കൊടുക്കണം. അതിലും ഒരു ഏറ്റത്താഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ബോട്ടിനെ ബാധിക്കുന്നൊക്കെയാണ് തോന്നുന്നത്. നമുക്ക് കണ്ടറിയണം ഇത് എന്താ അവസ്ഥയിലാവുക എന്നൊക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ബോട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ ചാക്കിൽ ഫില്ല് ചെയ്ത കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വരിഞ്ഞ് കെട്ടിയെടുക്കണം, നല്ല നന്നായിട്ട് ടൈ ചെയ്തെടുക്കണം. പല രീതിയിലും വെച്ച് നോക്കുകയാണ്, കാരണം ഇത് എങ്ങനെയാണ് സക്സസ് ആവുക നമുക്കറിയില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ മാറ്റേണ്ടി വരും, നമുക്ക് ഇതിൻ്റെയും വേറെ മാറ്റി പരീക്ഷിക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ഘട്ടം നമ്മൾ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് ടൈ ചെയ്തെടുക്കുക തന്നെ വേണം. നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കേട്ടിട്ട് അതിൽ ഏതാ നല്ലത് നോക്കിയിട്ട് അത് സൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കയറ് വെച്ച് കെട്ടിയെടുക്കണം. നമ്മളിൽ പ്ലാസ്റ്റിക് കയറുള്ളത്, പ്ലാസ്റ്റിക് കയറുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ തുന്നി കൊടുക്കണം. ഇല്ലെങ്കിൽ കവറ് നമ്മൾ വെള്ളത്തിലാകുമ്പോൾ നമ്മൾ ലോഡും കൂടി വരുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഇളകി അങ്ങോട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തുന്നി കെട്ടുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഈ വേസ്റ്റ് കുപ്പി എന്ത് ചെയ്യും? ഈ വേസ്റ്റ് കുപ്പിയൊക്കെ നമുക്ക് മാറ്റാം. ഇപ്പോൾ വേറെ എടുത്തില്ല, നമുക്ക് ആ കടയിൽ കൊണ്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബോട്ടിന്റെ ഏകദേശം പരിപാടികളൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫ്രണ്ട് ഭാഗം ചെയ്യാനല്ലോ സ്വർണം, ഫ്രണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഉഷാറാക്കി വിടാണ്ട്. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ഇത് സക്സസ് ആവുമോ ഇല്ലയെന്ന് നോക്കിയിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നുള്ളൂ. ഇവിടെയും കൂടി വരൂ, നമുക്ക് വരുത്താം. ആ സക്സസ് നോക്കിയിട്ടില്ല വരുത്താം. കുറച്ച് താഴത്തേക്ക് ഇറക്കിയിരിക്കാം കേട്ടോ.
ഞാനേ വീഡിയോ വീണ്ടും സാർ ഞാൻ ഏതായാലും കോമാളി തച്ചന്മാര് സ്വർണ്ണ തച്ചൻ, പാപ്പത്തച്ചൻ, മണിത്തച്ചൻ. ചുണ്ടൻ വെള്ളത്തിന്റെ ചുണ്ട് കൂട്ടുകയാണ്. ചുണ്ടമ്പളത്തിന്റെ ചുണ്ട് കൂട്ടിയിട്ട് നമ്മൾ അടുത്തായിട്ട് അങ്ങനെ നമ്മുടെ കയാക്കിന്റെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് പരിപാടി പറഞ്ഞാൽ ഇതിന്റെ ഒരു പങ്കായം ഉണ്ടാക്കണ്ടേ. പങ്കായം നമ്മളൊരു കാർഡ്ബോർഡിന്റെ പീസ് വെച്ചിട്ട് കേട്ടോ, നമ്മൾ അത് വെള്ളത്തിലൊന്നും അലിഞ്ഞു പോകില്ല. നമ്മൾ നേരത്തെ നമ്മുടെ കയാക്കിന്റെ ഫ്രണ്ട് കൂട്ടിയില്ല, ആ സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു അലകിൽ വെച്ചിട്ട് നല്ല അടിച്ച് വൃത്തിയാക്കി എടുക്കണം. ഒരുപാട് ബലം കൊടുത്ത് തുഴയാനൊന്നും പറ്റുന്നൊന്നുമില്ല. നമ്മുടെ ഒരു കാർഡ്ബോർഡിന്റെ പീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിലയൊന്നും കൊടുക്കാൻ പറ്റില്ല. എങ്കിലും നല്ല വൃത്തിയാക്കി നമ്മളത് അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കയാക്ക് എങ്ങനെ പോകുന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മുടെ കയാക്കിന്റെ പരിപാടികളൊക്കെ ഏകദേശം അല്ല കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഇനിയിപ്പോൾ ഇത് സക്സസ് ആയിക്കഴിഞ്ഞാൽ ഇതിൽ ബാക്കി കുറച്ച് മോഡിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഒരു ട്രയൽ റണ്ണിനായിട്ട് നമ്മുടെ കയാക്ക് ഇവിടെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ തൂക്കി എടുത്തോണ്ട് പോയിട്ട് വെള്ളത്തിൽ ഇടണം. ഓക്കെ ഞങ്ങള് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ബോട്ടിൽ ബോട്ട് വെള്ളത്തിലുണ്ട് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ അയ്യോ, ഞങ്ങളുടെ കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ബോട്ട് ഞങ്ങളുടെ കുളത്തിലോട്ട് ഇറക്കണമെന്നുള്ളത്. ബോട്ടിന് പേരെന്താ? ബോട്ടിൽ ബോട്ട്. നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ബോട്ടാണ്. ഇത് സക്സസ് ആവുമോ ഇല്ലയെന്ന് നമുക്ക് ഇപ്പൊ കണ്ടറിയാം. പോട്ടെ നമ്മുടെ ബോട്ട് അങ്ങനെ നീരടിഞ്ഞിരിക്കുന്നു. വീഡിയോ ഓഫാക്കിയിരിക്കുന്നു. എന്തിന്റെ മണ്ടയിലിരുന്നു. വിട്ടോ രണ്ടാൾക്ക് മൂന്നാളും നടക്കില്ല. എത്ര ഫ്രണ്ടിക്ക് കൊണ്ടുവരാ, കുറച്ച് ഇടയിൽ നിൽക്ക്, ഇടയിൽ ഒരാളെ തൊഴി 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 ഇത് ഫ്രെയിം ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണല്ലേ? ഈക്വൽ വെയിറ്റ് രണ്ട് സൈഡും കൊടുക്കാം. ഒരു സൈഡ് ചരിഞ്ഞോ അങ്ങനെയില്ല. അത് തീരെ കിട്ടില്ല, അത് തീരെ കിട്ടില്ല. ഞാൻ വിളിക്കുന്നു പങ്കായ ഇവിടെ വരാന് വീണ്ടും ഫ്ലോപ്പ്. എല്ലാം ട്രൈ ചെയ്തോ? എല്ലാം ഫ്ലോപ്പാണോ? രണ്ട് സൈഡിക്കും ബാലൻസ് ഇതിപ്പോ നിന്നിട്ട് ഞാൻ കയറിയപ്പോ സുഖമായിട്ട് ചെയ്തു. നമ്മൾ പോയി. ആ ഓക്കെ മങ്ങ കൊടുക്കും. മറ്റേ സാധനം ഇവിടെ വേറെ പങ്കായ വിടറാ. ഞാൻ
അപ്പം നമ്മളിതിൽ പല രീതിക്ക് നമ്മൾ ചെയ്തു നോക്കി, എങ്ങനെയെങ്കിലും ഇത് ഓടുമെന്നോ തുഴഞ്ഞു പോകാൻ പറ്റുമോ, നമ്മൾ പല രീതിക്ക് നോക്കി. പക്ഷെ എല്ലാം ഫ്ലോപ്പായിട്ട് നമ്മളിപ്പോൾ എങ്ങനെ ഇരുന്നിട്ട് ഇത് നടക്കുന്നില്ല. അപ്പോൾ അവസാനത്തെ പിടിവള്ളി എന്ന് പറയുന്ന രീതിക്ക് നമ്മളിതിനെ കമഴ്ത്തി അങ്ങോട്ട് ഇട്ടു. കമഴ്ത്തിയിട്ടപ്പോൾ ആൾ നല്ല കുട്ടപ്പനല്ല സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ചേട്ടൻ കയറി ഇരുന്നിട്ട് തുഴഞ്ഞു നോക്കുകയാണ്. ഇത് അല്പം കുഴപ്പമില്ല, കാരണം നമ്മൾ നടത്തിയതിൽ ഫ്ലോപ്പാണെങ്കിലും നമുക്ക് പറഞ്ഞു നിൽക്കാൻ ഇതേ പറ്റുള്ളൂ, ഇങ്ങനെയെങ്കിലും തുഴഞ്ഞെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കുപ്പി കൊണ്ടുണ്ടാക്കിയ ഒരു കയാക്ക് അല്ലെങ്കിൽ കുഞ്ഞു ബോട്ട് എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഈ രീതിക്ക് തുഴയാൻ പറ്റും. നമ്മളെന്താ വെച്ചാൽ ഇത് മാറ്റും, നമ്മളിതിനെ മോഡിഫൈ ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഇത് ഇറക്കുന്നതായിരിക്കും എന്താ വെച്ചാലും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തുഴയാൻ പറ്റുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല ആഴം കൂടിയ ഭാവം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ രണ്ടാളൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കി, നല്ല സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. വീഴില്ല, പെട്ടെന്നൊന്നും വീഴില്ല, കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ നമുക്ക് തുഴയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കമഴ്ത്തിയിട്ടാണെങ്കിൽ ഞാനൊന്ന് കയറിയിട്ട് തുഴയാൻ നോക്കി. നല്ല പേടിയുണ്ട്, കാരണം നമുക്ക് തുഴഞ്ഞ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടി കുറച്ച് പണിയുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് പയ്യാണ് തുഴഞ്ഞു വരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പേടിച്ച് വർഷിട്ടാണ് അതിൻ്റെ മുകളിലിരുന്നത്. വീഴുമോയെന്നറിയില്ല, വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ പോകും. അപ്പോൾ ഒന്ന് തുഴഞ്ഞൊന്ന് നോക്കിയപ്പോൾ തന്നെ ആൾ സുഖമായിട്ട് പോയി തുടങ്ങി. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ തുഴയാനൊരു പേടിയൊക്കെ മാറി കിട്ടിയിട്ടാണ്. ഇനി നമുക്ക് തുഴയാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്കൊന്ന് തിരിക്കാനും വളയ്ക്കാനൊക്കെ നല്ല സിമ്പിളായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറയില്ല, നമ്മൾ കൂർപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപ്, അത് കമിഴ്ന്ന് കിടന്നപ്പോൾ അത് കറക്റ്റായി. നമ്മൾ നേരത്തെ നിവർത്തിയിട്ടപ്പോൾ അത് വെള്ളത്തിൻ്റെ മുകളിലായിരുന്നു, ഇപ്പോൾ കമിഴ്ത്തിയിട്ടപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ആവേശത്തിലങ്ങോട്ട് തുഴയാൻ പറ്റുന്നുണ്ട് കേട്ടോ. വന്നോ നിങ്ങളിത് കാണുക. നമ്മുടെ നാട്ടിലെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്തത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു കയാക്കോ അല്ലെങ്കിൽ ബോട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ചെറിയൊരു ഐറ്റമാണിത്. പക്ഷേ ഇത് അടർ ഫ്ലോപ്പാണ്. അത് നിങ്ങൾക്ക് കണ്ടവർക്ക് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇത് കമഴ്ത്തിയിട്ടാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നമുക്ക് തുഴഞ്ഞു കയറാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ നമ്മൾ കിടുക്കാഴ്ചയായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് സപ്പോർട്ടായിട്ട് നമ്മുടെ പിള്ളേർ, നമ്മുടെ തേങ്ങാക്കോയുടെ സ്വന്തം പിള്ളേർ നല്ല കട്ടയ്ക്ക് നിന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് നമ്മൾ പുതിയ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ മഴയുടെ ഒരു ആവേശം തന്നെയായിരുന്നു നമുക്ക് ഈ ബോട്ടിൽ നമ്മുടെ തുഴച്ചിലും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. പിന്നെ ഇതാരും അനുകരിക്കാതിരിക്കുക. നിങ്ങൾ ഇത് അനുകരിക്കുമ്പോൾ വെള്ളത്തിലൊക്കെ ആണെങ്കിൽ നീന്താൻ അറിയാത്തവർക്ക് എന്തെങ്കിലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാരും അനുകരിക്കാതിരിക്കും. വിമലിന്റെ മുഖത്ത് കറക്റ്റ് ആയിട്ട് ഭയം. ഇപ്പഴത്തെ തന്നെ ഇല്ലേ 2 വലിയ കോഴി കൊടുത്ത ബാലൻസ് സ്വർണം